കുക്കിംഗ് ചാനലിൻ്റെ അകത്ത് എന്താ വെള്ളവും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കില്ലേ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലായിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ നാത്തൂൻസിൻ്റെ എന്താ പറയുക സജസ്റ്റ് ചെയ്തൊരു സ്ഥലമായിരുന്നു. മൺട്രോത്തുരുത്താണ്, കൊല്ലം ജില്ലയിൽ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും. വൺ ഡേ ട്രിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി അവിടത്തേക്ക്. ട്രെയിൻ ഉണ്ടാകും അവിടേക്ക്. നമ്മൾക്ക് നമ്മളുടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചൊരു 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് അവിടെ കൊണ്ടെത്തിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെതാ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പോവുക. കുറച്ച് സമയം ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയൊക്കെയുള്ള വള്ളത്തിൽ കൂടിയുള്ള യാത്ര. അപ്പോൾ ഒരു വള്ളത്തിൽ കയറുന്നതിന് 8 പേർക്ക് കയറാൻ പറ്റും. 1 മണിക്കൂറത്തേക്ക് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മൊത്തം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ അവർ തരാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കയറിയത്. കുഞ്ഞി, ഞാൻ, മോള്, മൂത്താൾ, പിന്നെ അർച്ചന ഉണ്ടായിരുന്നു, എൻ്റെ നാത്തൂനാണ്, അതായത് ആങ്ങളയുടെ വൈഫാണ്, മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കറങ്ങാൻ പോകണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പം അർച്ചനയാണ് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത്. പക്ഷേ അടിപൊളി, ഒരിക്കലും നമുക്ക് മിസ്സാവില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പോയ സമയം അത്രയും നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ആ കനാലില്ലേ, അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഇങ്ങനെ തല താഴ്ത്തിയിട്ട് വേണം പോകാൻ വള്ളത്തിൽ. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. കുടയൊക്കെ പിടിച്ച് കുഞ്ഞി സത്യം പറഞ്ഞ വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. അഷ്ടമുടി കായലിൻ്റെയും കല്ലട നദിയുടെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡിൽ നിങ്ങൾ പോകണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ്. നല്ല നമ്മളെ പ്രകൃതിയുടെ എന്താ പറയുക നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയാറില്ലേ, കറക്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇത്. നമുക്ക് കായംകുളത്തുനിന്ന് നമ്മൾ മെമുവിലായിരുന്നു പോയിരുന്നത് കേട്ടോ. അവിടെ മൺട്രോത്തുരുത്തിൽ അവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ട്രാവൽ വ്ളോഗൊന്നും ഞാൻ ചെയ്യാത്ത കാരണം കൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ സാധാരണ കുക്കിംഗ് വീഡിയോസാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊന്ന് നിങ്ങൾ എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ ചെയ്തതാണ്. എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞാൽ കുറേ യൂട്യൂബേഴ്സൊക്കെ ഇതിൽ പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ കുക്കിംഗ് വീഡിയോസ് മാത്രമേ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് പറയാൻ അറിയുള്ളൂ. എനിക്ക് പ്രകൃതിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റുകളൊക്കെ ഉണ്ട്, ഞാൻ ക്ഷമിക്കുക. എനിക്ക് കൂടുതലായിട്ട് അറിയിപ്പിക്കാനുള്ളത് നിങ്ങൾ ആ സ്ഥലം ഒരു പ്രാവശ്യത്തിലൊന്ന് പോവുക എന്നുള്ളതാണ്. കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ എന്താ പറയുക അഷ്ടമുടി കായലിലൂടെ ഒക്കെ ഒരു സഞ്ചാരം, കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയൊക്കെ വളരെ നല്ല ഒരു നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്ന ഒരു ദിവസമായിരിക്കും സത്യം പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇറങ്ങി സ്വിമ്മിങ്ങിന് പറ്റിയ ഒരു പ്ലേസ് കൂടെ ഉണ്ട്. അത് അത്രയും ആഴമൊക്കെ ഉണ്ട്. ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് ആഴം കുറവാണ് കേട്ടോ. അവിടെ നമ്മൾ കുട്ടികളൊക്കെ ഇറങ്ങി നന്നായിട്ട് നീന്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് നേരമല്ല, അവരാണ് നന്നായിട്ട് ആരുഷ് ഇറങ്ങുന്ന കണ്ടുകൊണ്ട് കുഞ്ഞിയും ചാടി ഇറങ്ങി. പക്ഷേ ആ കുഞ്ഞിക്ക് നീന്താനൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. പക്ഷേ ആളിനെ വിടാഞ്ഞിട്ട് കണ്ട് ഭയങ്കര ബഹളമായിരുന്നു. എന്നാലും ഉള്ളതുപോലെ കുഞ്ഞി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്രയും ആഴമേ ഉണ്ട്, നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റിയ ആഴമേ ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അത്രയും ആഴം കുറവ് കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ആഴം ഉണ്ടെന്നാണ് തോന്നുന്നല്ല ഉണ്ട്. നല്ലതായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ്. എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. അർച്ചന പറഞ്ഞു തന്നുള്ള അറിവേ ഉള്ളൂ. അർച്ചന പറഞ്ഞത് കാരണമാണ് ഞങ്ങളവിടെ പോയതും. സത്യം പറഞ്ഞാൽ അതൊന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ കൊട്ടവഞ്ചിയിലും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റൗണ്ട് കൂടെ ഞങ്ങൾ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞല്ലോ. പിന്നെ വീണ്ടും ഒരു റൗണ്ട് കൂടെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഒന്ന് കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയമായി വന്നിട്ടുണ്ടായിരുന്നു. സൺസെറ്റ് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കൊട്ടവഞ്ചിയിൽ പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. രണ്ടാമത് ഞാൻ ഇപ്പോൾ പോയപ്പോൾ കൊട്ടവഞ്ചിയിൽ പോയതാണ്.
അതിൽ 300 രൂപയെങ്ങാണ്ടായിരുന്നു. എത്ര അരമണിക്കൂറിലേക്കോ അങ്ങനെ കണ്ട് 300 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ രാവിലെ പോകാതെ ഒരു 3 മണി 4 മണി ആവുന്നൊരു സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ പോവുക. വള്ളത്തിലൊക്കെ 8 പേർക്ക് കയറാൻ പറ്റും. ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഇടമാണ്. കുട്ടികളൊക്കെ ആയിട്ട് ഒക്കെ പോകാൻ പറ്റിയ ഇടമാണ്.